ഏട്ടാ ലാസ്റ്റ് 2 ടിക്കറ്റാണ്, എടുത്തോളൂ. സംശയമുണ്ടോ? 156, 138, 1, 5, 6, 6, 6, 12, 12, 1, 13, 13, 16, 16, 8, 24, 4, 2, 6, 6 ശുക്രന്റെ നമ്പറാണ്. ഉറപ്പായിട്ടും അടിക്കും. സംശയം വേണ്ട. സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ 2 എടുത്തോ. 1 മതി. എത്ര രൂപ? അതെയോ, 30 രൂപ. 20 തന്നു, ബാക്കി. സന്തോഷം. ഓക്കെ. ലാസ്റ്റ് 2 ടിക്കറ്റ്, ലാസ്റ്റ് 2 ടിക്കറ്റ്. ചേട്ടാ 65 ലക്ഷം, 30 രൂപയുള്ളൂ. അടുത്തിഷ്ടം. സുഖോട്ടാ, അവന് കൊടുത്തു നോക്കിക്കോടെ. ആർക്ക്? സേതുവിനോ? അവന് സമയമായിട്ടില്ല. അവൻ ആരും കിട്ടിയില്ല ഇതുവരെ. അറിയാതിരിക്കോ സുഖോട്ടാ? ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അർജന്റാ. ബുദ്ധിമുട്ടില്ലല്ലോ? കുഴപ്പമില്ല. ചേച്ചി അവസാനത്തെ 2 ടിക്കറ്റാണ്. 65 ലക്ഷം, 30 രൂപയുള്ളൂ. എന്താ ചെയ്യാ? ആൾക്കാർ ലോട്ടറി എടുക്കാൻ പറഞ്ഞ ആശീർവദിക്കാണ്. മധു, ലാസ്റ്റ് 2 ടിക്കറ്റാണ്, നീ എടുക്ക്. ശരിക്കും ലാസ്റ്റ് 2 ടിക്കറ്റ് ആവട്ടെ, എന്നിട്ട് എടുക്കാം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, സ്റ്റാൻഡ് മാറ്റി പിടിക്കട്ടെ. ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ ഞാൻ പോട്ടെ. അല്ലെങ്കിൽ നിനക്കിപ്പോ വേറെ കെട്ടി പോകണം തന്നെയാണല്ലോ പറഞ്ഞു വരുന്നത്. ദേ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓ, അപ്പൊ എനിക്ക് ദേഷ്യം വന്ന കാര്യം നീ അറിഞ്ഞില്ല? ഞാൻ കാര്യം പറഞ്ഞേ ഉള്ളൂ. അവസാനം പറ്റിച്ചിട്ട് പോയെന്നും പറഞ്ഞ് പ്രേമനരശത്ത് നടക്കരുത്, അതെനിക്കിഷ്ടല്ല. പിന്നെ ഡിഗ്രി കഴിഞ്ഞത് നിന്റെ വീട്ടുകാർക്ക് നിന്നെ കെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കെങ്ങനെയാണല്ലോ, പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടി ഒന്ന് സെറ്റിൽ ആവണം. അതിന് കുറച്ച് ടൈമൊക്കെ വേണ്ടേ? ഇതാ പറഞ്ഞത്, ഒരേ ക്ലാസ്സിലുള്ളവർ തമ്മിൽ പ്രേമിച്ചാലുള്ള കുഴപ്പം. ശരിക്കുള്ള പ്രശ്നം ക്ലാസ് ഒന്നുമല്ലല്ലോ, കാശ് തന്നെ അല്ലേ? എൻ്റെ ഒറ്റ മോളെ നല്ല വലിയ വീട്ടിൽ നിന്ന് കെട്ടിക്കണമെന്നാണല്ലോ നിന്റെ അച്ഛനെ. എന്റെ അച്ഛനെ മാത്രം പറയണ്ട, എല്ലാവരും അച്ഛനമ്മമാരും അങ്ങനെ തന്നെയാ. ഇക്കാലത്തും സ്ത്രീധനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരെ എത്ര പൊട്ടന്മാരാ. സമയായി, ചുരിദാർ അടിക്കാൻ കൊടുക്കണം. അഞ്ചു കുറച്ച് കഴിഞ്ഞു പ്ലീസ്. ഇന്നത്തെ ടിക്കറ്റാണ്, നോക്കുന്നോ? 65 ലക്ഷത്തിന്റെ 30 രൂപയുള്ളൂ, നോക്കുന്നോ? ഇല്ലേട്ടാ, ഞാൻ എടുക്കാറില്ല. അഞ്ചു 65 ലക്ഷം കിട്ടണം നോക്കിയാൽ മതി, 30 രൂപ പോണത് നോക്കണ്ട. നിന്റെ കൈകൊണ്ട് തന്നെ നിനക്ക്. ചില്ലറിയില്ല നിന്റെ അടുത്തുണ്ടോ? 74, 71, 94 അടിക്കും. എടുക്കണോ? ഒന്ന് മതി. ചേട്ടാ, റിസൾട്ട് എങ്ങനെ അറിയണ? 4 മണിക്ക് ശേഷേ ദന്താശുപത്രിയുടെ അടുത്തുള്ള ലോട്ടറി സെന്ററില്ലേ, അവിടെ പ്രിന്റ് ഔട്ട് കിട്ടും. ഇല്ലെങ്കിൽ നാളത്തെ പേപ്പറിൽ. ബായ്, ഞാൻ പോവാ. അഞ്ചു നിക്ക്. സമയായി, ഞാൻ പോണു. ശരിയല്ലേ മക്കളെ? എവിടെ നോക്കട്ടെ. ആ ശരിയായി. ആയില്ലടാ ജാഴി. ചുരിദാർ അടിക്കാൻ അവിടെ കൊടുത്തേക്ക്. ചുരിദാറിനാണല്ലേ? ആ അതെ. അളവെടുക്കട്ടെ. അളവിനുള്ളത് വെച്ചിട്ടുണ്ട്. എപ്പോ കിട്ടും? കുറച്ച് തിരക്കുണ്ട്, അടുത്ത ആഴ്ച തരാം.
സഹദേവ അവസാനത്തെ 2 ടിക്കറ്റാണ്. എടുക്കുന്നോ? സുഖുവേ, ഇന്നലെ നീ അവസാനത്തിന് ടിക്കറ്റാന്ന് പറഞ്ഞ് കച്ചവടം നിർത്താറായില്ല. നിന്റെ ഒരു തമാശ. ദിവസവും എന്റെ തമാശ കേൾക്കണ ഞാൻ നിനക്ക് 30 രൂപ തരുന്നത്. 30 രൂപ പോണം നോക്കണ്ട, 65 ലക്ഷം കിട്ടണോ നോക്കിയാൽ മതി. ഇത് രണ്ടുമല്ല സുഖുവേ, ചായ എന്താ വരാത്തെന്നാ ഞാൻ നോക്കണത്. ഹൈ, വീണ്ടും നിന്റെ ഒരു തമാശ. അപ്പൊ 2 എടുക്കില്ലേ? 2 എടുത്താലും 1 അടിക്കൂ. എടുത്തു നോക്കപ്പാ 2. ഒരെണ്ണം മതി എനിക്ക്. എടുത്തോ, അടിക്കും. ഉം. 74, 71, 94 വേണ്ട. ചായ എന്താ വരാത്ത നോക്ക്. അതെന്താ അവനെ എപ്പോഴും ചാഴിന്ന് വിളിക്കണത്? അവന്റെ സ്വഭാവത്തിൽ അവനെ പെരിച്ചാഴിന്നാ വിളിക്കണത്. അവന് കുറച്ചിലായതുകൊണ്ട് മാത്രമേ ഞാൻ ചാഴിന്ന് വിളിക്കണത്. എന്താ അത്? അവനെ തുണി വെട്ടാൻ കൊടുത്തു കഴിഞ്ഞാൽ പെരിച്ചാഴി കീറുന്ന പോലെ കീറിച്ചു കൊടുത്തരും. അത് ശരി. താനനന. ഒരു സിനിമ എടുക്കാൻ ഇത്രയൊക്കെ പ്രശ്നമുണ്ടോ? ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, ഹോളിവുഡിൽ വരെ ഇങ്ങനെയാണ്. എന്നാലും ശിവേട്ടാ, ഒരു റോള് തരാന്ന് പറഞ്ഞിട്ട്. നിന്റെ റോഡ് എടാ, സത്യത്തിന് ഇതിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവാർഡ് ഉറപ്പായിരുന്നു. അറിയോ നിനക്ക്? എന്ത്? എന്താ ശിവേട്ടാ, പടത്തിന് അവാർഡ് കിട്ടുമോ? ചേട്ടാ ചായ. അടുത്ത ആൾ വന്നു. ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോഴേക്കും വേറെ ഇൻ്റർവ്യൂ. എടാ, ഒരു പടവും ചെയ്യാതെ ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കണം ഞാൻ മാത്രമായിരിക്കും. എന്തായി, പടം തുടങ്ങിയില്ലേ? എവിടെ? ആ ആക്ടറുടെ ഡേറ്റ് കിട്ടിയപ്പോൾ പ്രൊഡ്യൂസർ സാറ്റലൈറ്റ് റൈറ്റ് കമേഴ്ഷ്യൽ എന്ന് പറഞ്ഞ് പ്രാന്ത് പിടിപ്പിക്കാൻ. പിന്നെ എങ്ങനെ തുടങ്ങാനാണ്? ചേ, ഇതെങ്കിലും നടക്കുമെന്ന് വിചാരിച്ച. എടാ, കമലഹാസന് തന്നെ ഇനിയും മരുദിനായും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ കാര്യം പറയണത് എന്താ മധു, ഊണ് കഴിക്കാൻ വീട്ടിൽ പോയില്ലേ? ഓരോ ഓട്ടത്തിനുള്ള എന്നാലും സുഖോട്ടാ. ഞാൻ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയതാ. കട്ട കട്ട. എടാ, കുറച്ച് കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെയൊക്കെ വെച്ച് സ്വന്തമായിട്ടൊരു പടം എടുത്തേനെ. കാശുണ്ടാക്കാലോ. അതെങ്ങനെയാണ്? 65 ലക്ഷത്തിന്റെ 30 രൂപയുള്ളൂ. ലാസ്റ്റ് 2 ടിക്കറ്റ് എടുത്തു. എടുത്താലോ? എടുക്ക്. അല്ല, 65 ലക്ഷം പറയുമ്പോഴേ നമ്മുടെ സിനിമയുടെ പകുതി ബജറ്റേ ആവുള്ളൂ. അതെ, ഭാഗ്യം. ഏത് വഴിക്ക് ആരുടെ വീട്ടിൽ എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. അതെ, ഭാഗ്യൊന്നും മധുവേട്ടന്റെ വീട്ടിൽ പോവാറുള്ളൂ. അതെന്താടാ? ഇതാ മധുവേട്ടന്റെ പേരാണ് അതെ, ലാസ്റ്റ് 2 ടിക്കറ്റ് കൂടി ഉണ്ട്. അപ്പൊ 3 ടിക്കറ്റ് ഉണ്ട്. ഞാനും ഒന്ന് എടുക്കാം. എടുക്ക്. അടിച്ചാൽ നമുക്ക് അതെ. പടം എടുക്കാലോ. ഇവനൊക്കെ ഹീറോ ആക്കേണ്ടി വരുമോ? അപ്പൊ 74, 71, 94 വേണ്ടേ? വേണ്ട. ഒന്ന് എടുക്ക്. വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ശരി എന്നാ സുഖോട്ടാ. അതോ ശരി. നിനക്ക് ഞാനുണ്ട്. അതോ ശരിക്കും ലാസ്റ്റ് 2 ടിക്കറ്റാണ്. എടുക്കുന്നോ? എഴുപത്തിനാല്, 71, 94 ഇത് വേണ്ടേ? ഇത് തന്നെ നിങ്ങൾക്ക് വേണ്ടി എടുത്തതാ. ഓ, ഇന്ന് അടിച്ച എനിക്ക് എന്റെ പൈസ തന്നാ മതി. പിന്നെ അതോ ലക്ഷത്തിന്റെ കാര്യം വിട്, എന്റെ 30 രൂപ മറക്കണ്ട. ഓ, തര തര. അതോ നിർത്ത് എന്റെ സ്ഥലത്തി. ഓ, അപ്പൊ ഇതിനായിരുന്നു അല്ലേ? നടക്കട്ടെ. ആ തനനന. ഇന്ന് നേരത്തെയാണല്ലോ. ടിക്കറ്റ്
ടിക്കറ്റ് ഒക്കെ വിറ്റ് കഴിഞ്ഞോ? ഇല്ല, ഒരെണ്ണം ഉണ്ട്, നോക്കണ. വേണ്ട സുഖേ, എന്തത്? വേണ്ട, നമുക്ക് ശരിയാവില്ല. നമുക്ക് ശരിയാക്കാൻ നോക്കിൻ. വേണ്ട വേണ്ട പറഞ്ഞ വേണ്ട. അവനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. സേതുവേ, ഇന്നത്തെ അവസാനത്തെ ടിക്കറ്റാണ്. 65 ലക്ഷത്തിന്റെ 30 രൂപയേ ഉള്ളൂ. വേണോ? എന്റെ കാശ് കള്ളിന് മാത്രം. ആ, ഒന്ന് എടുത്തു നോക്കപ്പാ. കേരളത്തിലെ മുക്കാപ്പേരും ലോട്ടറി എടുത്താലും അടിക്കരുത് എന്നാഗ്രഹിക്കുന്നവരാ. എന്താ അറിയോ? ആൾക്കാർക്ക് ഒരു ജോലിയും ചെയ്യാതെ 1 രൂപ 2 രൂപ ബീപ്പിലരി വാങ്ങി വീട്ടിൽ കൊടുത്തിട്ട് ഇങ്ങനെ കുടിച്ചിരിക്കാനാണ് ഇഷ്ടം. എന്നാ ഒരു ഗ്ലാസ് കള്ളും 10 രൂപയും എടുക്ക്. എൻ്റെ കാശ് കള്ളിന് മാത്രം. ഏയ്, എന്നാ 2 ഗ്ലാസ് കള്ള് ഉറപ്പിക്കല്ലേ? താൻ എന്നെ വിടില്ലല്ലേ? കള്ളിന് മാത്രം ഞാൻ കഞ്ചത്തരം കാണിക്കാറില്ല. ഒറിജിനൽ അല്ലേ? ഒറിജിനൽ തന്നെ. 74 71 94 അടിക്കോടോ? അടിക്കും. അടിച്ചപ്പോ എന്താ ചെയ്യാ? നേരത്തെ ആണെങ്കിൽ ബാർ വല്ലതും തുടങ്ങായിരുന്നു. ഇനി പറ്റില്ലല്ലോ. അല്ല എഞ്ചിനീയറിംഗ് കോളേജോ മെഡിക്കൽ കോളേജോ. മെഡിക്കലാകുമ്പോൾ നമുക്കെന്നോട് ഭാവി കൊണ്ട് മെച്ചം. ചേട്ടാ ഒന്ന് മാറി ചേട്ടാ. ഫസ്റ്റ് പ്രൈസ് ഇത് 74 71 94. ഈ ടിക്കറ്റ് എന്റെ കൈ കിട്ടിയതായിരുന്നു, അടിക്കേണ്ടതായിരുന്നു. ഇതെന്തിനാ എന്നെ അടിക്കണത്? എന്നെ 30 രൂപയെങ്കിലും കിട്ടിയാൽ മതി. 56 66 43 എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു പ്രൈസും അടിച്ചില്ല. സേതു, ബസ് പിടിക്കാൻ ഞാനുണ്ട്. അവൻ ബസ്സിൽ പോണത് നീ കണ്ടിട്ടുണ്ടോ? ആൾക്കാരോട് കുടിക്കാനാണെന്നും പറഞ്ഞ് വണ്ടി നിർത്തുന്നവനവൻ. ഇവനൊക്കെ ലോട്ടറി അടിച്ചിട്ട് എന്തിനാ? അവന് ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമുണ്ടോന്നൊന്നും എനിക്കറിയില്ല. എന്നും ലിഫ്റ്റ് കിട്ടാനുള്ള ഭാഗ്യമുണ്ട്.